നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവൻ പല്ലവിയോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അവൻ ചെയ്തത് ശരിയാണോ പാർവതി? നീ പറയ. അതിനെ നീ ന്യായീകരിക്കുന്നുണ്ടോ? അവൻ എന്റെ അനിയനായി പോയി. അതുകൊണ്ടാ എനിക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോയത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവനിപ്പം ജയിലിൽ കിടക്കുമായിരുന്നു. പല്ലവിയും വിപിനും തമ്മിൽ അതിരുവിട്ട ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോട് എനിക്ക് യോജിക്കാനാവില്ല. പക്ഷെ വിശാൽ സർ, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ. എന്റെ അനിയത്തി ആയതുകൊണ്ട് പല്ലവി പറയുന്നതെന്തും ഞാൻ കണ്ണുടച്ച് വിശ്വസിക്കില്ല. അതിനർത്ഥം പല്ലവി കള്ളം പറഞ്ഞു എന്നാണോ? അങ്ങനെ ഞാൻ തീർത്തു പറയില്ല. പക്ഷേ അവൾ ഒരു കാര്യം ആഗ്രഹിച്ച അത് നേടിയെടുക്കാൻ അവൾ എന്തു മാർഗവും സ്വീകരിക്കും. അതവൾക്ക് പണ്ട് മുതലേ ഉള്ള ശീലമാണ്. അപ്പോ വിപിനുമായുള്ള കല്യാണം നടക്കാൻ വേണ്ടി പല്ലവി നടത്തിയ നാടകമായിരുന്നു ഇത്. ഗർഭിണിയാണെന്ന് അവൾ കള്ളം പറഞ്ഞതാണോ? അതിനും സാധ്യതയുണ്ട്. പക്ഷേ ഡോക്ടർ വന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അവള് വളരെ കൂളായിട്ടല്ലേ അവിടെ നിന്നത്. അവളുടെ നിപ്പും ഭാവമൊക്കെ കണ്ടിട്ട് അവള് വെറുതെ വിപിനെതിരെ ആരോപണം നടത്തിയതല്ലെന്നാണ് എനിക്ക് തോന്നിയത്. എന്തൊക്കെയായാലും വിവാഹം നടക്കാൻ വേണ്ടി പല്ലവി മാനം പണയം വെച്ച് ഇത്ര ഒരു നാടകം കളിക്കൂ? എന്തായാലും പല്ലവി പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. അവൾ ഗർഭിണിയാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ അത് ഞാൻ വിശ്വസിക്കൂ. എന്തൊക്കെയായാലും മഹാമോശമായി പോയി കാര്യങ്ങള്. നമ്മുടെ കുടുംബത്തിന്റെ മാനം തകർന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എല്ലാം എന്റെ അനിയത്തി കാരണമാണല്ലോ സർ. അവളെ ഇവിടെ ഇത്രയും കാലം താമസിപ്പിക്കാതെ അന്നേ പറഞ്ഞ് വീട്ടിൽ വിട്ടാൽ മതിയായിരുന്നു. പല്ലവി എന്തിനു കുറ്റപ്പെടുത്തുന്നു? കുറ്റപ്പെടുത്തേണ്ടത് വിപിന്നെയാ. അവനാ അന്തസ്സിന് നിരക്കാത്തത് പ്രവർത്തിച്ചത്. അവനല്ലേ പല്ലവിയോട് ഈ ചതി കാണിച്ചത്. സർ, എന്തായാലും യാഥാർത്ഥ്യം തെളിയട്ടെ. അതുവരെ വിപിനെ പ്രതിസ്ഥാനത്ത് നിർത്തരുതെന്നാണ് എന്റെ അഭിപ്രായം. പാർവതിക്ക് അതെങ്ങനെ പറയാൻ കഴിയുന്നു? പാർവതി എന്തിനാ വിപിന്റെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നത്? എന്റെ സഹോദരനാണെന്ന പരിഗണനയാണോ നീ അവന് കൊടുക്കുന്നത്? എന്നാലേ അതൊന്നും വേണ്ട. തെറ്റാര് ചെയ്താലും അത് തെറ്റ് തന്നെയാ. ഞാൻ ഒരിക്കലും വിപിന്റെ പക്ഷം ചേർന്ന് സംസാരിച്ചതല്ല സർ. എന്റെ ചിന്താഗതി മറ്റൊന്നാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ വിശാൽ സാറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് വിപിൻ ഇങ്ങനെയൊക്കെ ചെയ്തതെങ്കിലോ? സാറിനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ അവൻ ജാസ്മിനെ വിവാഹം കഴിക്കാൻ പോയത്? അപ്പോഴല്ലേ പല്ലവി ആരോപണവുമായിട്ട് വന്നത്? അപ്പോ വിപിന്റെ മുമ്പിൽ വേറൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പല്ലവി പറഞ്ഞത് വിപിൻ അംഗീകരിച്ചു. അങ്ങനെയാണെങ്കിലോ? ഏതായാലും സത്യം ബോധ്യപ്പെടുന്നത് വരെ വിപിനോട് സാർ ദേഷ്യപ്പെടരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.